ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ വെർഗോ നമ്മൾ നിങ്ങളുടെ ഫീലിങ്സ് ആണ് നോക്കാൻ പോണേ, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതും നമ്മൾ നോക്കും. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഔട്ട്കം നമ്മൾ നോക്കാൻ പോണത്. നിങ്ങൾ ഇതുവരെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ എൻ്റെ ഏതും വീഡിയോ മിസ് ഔട്ട് ചെയ്യില്ല. യൂട്യൂബ് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ അയക്കും. ബെല്ലൈക്കൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ എല്ലാം സമയം എപ്പോഴെങ്കിലും ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു നോട്ടിഫിക്കേഷൻ യൂട്യൂബിന് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എൻ്റെ വീഡിയോസ് മിസ് ഔട്ട് ചെയ്യില്ല. അപ്പോൾ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വെർഗോ നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് ഒരു കൊലാബറേഷൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ ഒരുമിച്ച് നിങ്ങൾ ഒരു ലൈഫ് ബിൽഡ് ചെയ്യുന്നുണ്ട്, ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യണത്. ഇത് കുറെ എഫേർട്ട് എനർജി ഇൻവെസ്റ്റ് ചെയ്യണ കാർഡാണ്. അപ്പോൾ ഈ എഫേർട്ടും എനർജി രണ്ട് സൈഡിനും ഉണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫീലിങ്സ് ആണ് ഇവിടെ. പക്ഷെ ഈ പേഴ്സന്റെ എനർജി ഡെവിലാണ്. ഇത് കാപ്രിക്കോൺ എനർജിയാണ്. അപ്പം നിങ്ങൾ മേ ബി ഒരു കാപ്രിക്കോണിന്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതല്ലാച്ചാ ഈ പേഴ്സന്റെ എന്തോ ഒരു ടോക്സിക് ബിഹേവിയർ ഉണ്ട്. ഇത് അഡിക്ഷൻസ് ആവാം, ഇല്ലാച്ച മാന്യൂപ്പുലേറ്റീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം, ഒരു കോ ഡിപ്പെൻഡൻറ്റ് റിലേഷൻഷിപ്പ് ആവാം, കുറെ എക്സസീവ് പൊസസീവ്നെസ് ആയിരിക്കാം, ഒബ്സെഷൻ ആയിരിക്കാം. അപ്പോൾ നമ്മൾക്ക് അതെന്താണെന്ന് നമ്മൾക്ക് നോക്കാം, എന്താ ഈ ഡെവിൽ. പക്ഷേ നിങ്ങളുടെ സൈഡിൽ ഈ 3 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? 8 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു വാക്കിംഗ് അവേയുടെ എനർജി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഹാപ്പി അല്ല ഈ റിലേഷൻഷിപ്പിൽ. മേ ബി എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഇങ്ങനെ ഒരു ടോക്സിക് ബിഹേവിയർ, അത് കാരണമായിരിക്കാം. ഈ ടോക്സിക് ബിഹേവിയർ എന്താണ് ഈ പേഴ്സന്റെ? ഈ ഡെവിൽ എന്തുകൊണ്ടാണ് ഇവിടെ? ഈ പേഴ്സൺ മേ ബി കുറെ ഒരു കമ്മിറ്റഡ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കില്ല, ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. അങ്ങനെയാണ് മേ ബി നിങ്ങൾ ഈ പേഴ്സണെ കാണുന്നത്. കുറെ റിസ്ക് ടേക്കിംഗ് ടൈപ്പ് ഓഫ് എനർജിയാണ്. ഫൂൾ. ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഒന്നുമില്ല, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. പക്ഷെ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഓഫർ തരാൻ പ്ലാൻ ചെയ്യണ്ടായിരുന്നു, ഓറൽസ് മേ ബി അങ്ങനത്തെ ഒരു ഓഫർ വരുന്നുണ്ടാവും ജൂലൈയിൽ. ഇവിടെ നിങ്ങളുടെ സൈഡിൽ ജഡ്ജ്മെന്റ് ആണ്. അപ്പം നിങ്ങളൊരു ജഡ്ജ്മെന്റ് കോൾ ആണ് എടുക്കണത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. മേ ബി നിങ്ങൾ ഈ പേഴ്സണോട് ക്ലിയർലി ഡിസൈഡ് ചെയ്യാനായിരിക്കും പറയുണ്ടാവുക. ഇതർ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണം എന്നാണ് നിങ്ങൾ പറയണേ, ഓറൽസ് നിങ്ങൾ വാക്ക് അവേ ചെയ്യും. ഈ ഓപ്ഷനാണ് ഈ പേഴ്സന്റെ അടുത്തുള്ളത്. ഈ പേഴ്സൺ ആൻഡ് നിങ്ങൾ മേ ബി ഡേറ്റ് ചെയ്യുന്നുണ്ടാവും കുറെ സമയമായി. മേ ബി നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒരു സീരിയസ് റിലേഷൻഷിപ്പാണ് ഇവിടെ വേണ്ടത്. ആൻഡ് അതാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ. അപ്പോൾ ഈ ജഡ്ജ്മെന്റ് എന്താണ് ഇവിടെ? ചാരിയറ്റ്. അപ്പൊ നിങ്ങളുടെ ഇപ്പോൾ ഈ സമയത്ത് ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക്. ഈ പേഴ്സൺ എന്താ ഡിസൈഡ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകും. ഈ പേഴ്സൺ ഒരു സീരിയസ്നെസ് കാണിക്കുന്നില്ല വെച്ചാൽ മേ ബി നിങ്ങൾ ഈ പേഴ്സണെ വിട്ട് മുമ്പോട്ട് പോകും വേറെ ഡയറക്ഷനിൽ. ഈ പേഴ്സൺ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ തയ്യാറാണ് വെച്ചാൽ മേ ബി നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഇതൊരു ഡിസിഷൻ മേക്കിംഗ് സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ പേഴ്സണിന് വേണ്ടിയിട്ടും. അപ്പൊ ഈ പേഴ്സന്റെ എനർജിയിൽ ഈ 3 ഓഫ് കപ്സ് എന്താണ്? ക്വീൻ ഓഫ് കപ്സ്. അപ്പോ ഹാങ്മാൻ. അപ്പൊ ഇവിടെ ഇമോഷണലി ഈ പേഴ്സണ് ഫീലിങ്സ് ഉണ്ട്, കുറെ ഡീപ്പ് ഇമോഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഈ കമ്മിറ്റ്മെന്റ് പറയുമ്പോഴേക്കും എന്തോ ഒരു ബ്ലോക്കാണ് ഇവിടെ വരണത്. ഈ പേഴ്സന്റെ മെന്റൽ ബ്ലോക്ക് ആയിരിക്കാം, ഓറൽസ് എന്തെങ്കിലും വേറെ പ്രശ്നമായിരിക്കാം.
പക്ഷെ അവർക്ക് ആ കമ്മിറ്റ്മെന്റ് പറയുമ്പോഴേക്കും കുറച്ചൊരു അവർ നെർവസ് സൗണ്ട്, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ടാവാൻ വഴിയുണ്ട്, അതും ഒരു റീസൺ ആയിരിക്കാം. അപ്പൊ നിങ്ങളൊരു കുറെ സ്ട്രെസ്ഡ് ആണ്. ഇയാളുടെ ഈ പേഴ്സന്റെ എന്തായിരിക്കും ഡിസിഷൻ അറിയാണ്ട് എന്താ നിങ്ങൾക്ക് ചെയ്യണ്ടേ, എന്തായിരിക്കും ഈ പേഴ്സൺ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഈ 9 ഓഫ് സോർഡ്സ് ഇവിടെ എംപറർ, ഏരീസ് എനർജി. നിങ്ങൾക്ക് മേ ബി വേറെ പ്രഷേഴ്സും ഉണ്ടാവും. ചിലപ്പോൾ വീട്ടിന് പ്രഷേഴ്സ് ആയിരിക്കാം, ഫാമിലി പ്രഷേഴ്സ് ആയിരിക്കാം. അതല്ലാണ്ട് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സണും വരുന്നുണ്ട്. ആൻഡ് അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ വേഗം എടുക്കണം എന്നുണ്ടാവും. അപ്പോൾ ഈ പേഴ്സന്റെ എനർജിയിൽ 5 ഓഫ് വാൻഡ്സ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സന്റെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടാവും മേ ബി, ഓറേൽസ് ഇവരുടെ ലൈഫിൽ വേറെ കോൺഫ്ലിക്ട്സ് ഉണ്ട്, വേറെ പ്രയോറിറ്റീസ് ഉണ്ട്. അത് ആയിരിക്കാം റീസൺ അവർ നിങ്ങളുടെ കൂടെ ഒരു നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാത്തത്. അവരുടെ മേ ബി കുട്ടികളുണ്ടാവാൻ വഴിയുണ്ട്. മേ ബി ഇവർ സിംഗിൾ പേരന്റ് ആയിരിക്കാം, ഓറൽസ് വർക്ക് കമ്മിറ്റ്മെന്റ്സ് ആയിരിക്കാം. അതുകൊണ്ടും ഈ പേഴ്സണിന് മേ ബി കമ്മിറ്റ് ചെയ്യാൻ പറ്റാണ്ടായിരിക്കും. ഈ റിലേഷൻഷിപ്പ് കുറച്ചൊരു സ്റ്റാഗ്നന്റ് പോയിന്റിൽ എത്തിയിരിക്കണേ. ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ പേജ് ഓഫ് കപ്സ് ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. മേ ബി നിങ്ങൾ ഒരു പുതിയ ഡയറക്ഷനിൽ പോകാനാണ് ഡിസൈഡ് ചെയ്യണത് ഫൈനലി. എന്നുവെച്ചാൽ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ഒരു ഓഫറും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ടയേർഡ് ആയിരിക്കണു ഈ പേഴ്സന്റെ ഇൻ ആൻഡ് ഔട്ട് ബിഹേവിയർ കാരണം. ഈ പേഴ്സന്റെ എക്സ്ക്യൂസസ് ഇപ്പോൾ നിങ്ങൾക്ക് കേട്ട് മടുത്തു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ ഡയറക്ഷനിലായിരിക്കും പോവാൻ നോക്കണത്. നിങ്ങളൊരു സിംഗിൾ ഇൻഡിപെൻഡന്റ് ഡിസിഷൻ ആണ് എടുക്കണത്. ആൻഡ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ആണ് ഇവിടെ ഞാൻ കാണുന്നത്, ഡിസൈഡ് ചെയ്യണത്. പക്ഷെ അപ്പോഴേക്കും ഈ പേഴ്സൺ തിരിച്ചു വരണു. എന്നുവെച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കണ്ടെന്ന് അവർ കാണുമ്പോൾ അവർ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഓറൽസ് തിരിച്ചു വരാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഇന്റൻഷൻസ് ശരിയല്ല. എന്ന് വെച്ചാൽ അവർ ശരിയായ റീസൺസിന് വേണ്ടിയിട്ടല്ല തിരിച്ചു വരണേ. 7 ഓഫ് സോർഡ്സ് ഇപ്പോഴും അവർ ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് റെഡി അല്ല മെന്റലി. അവർ ഇതിനെ ജസ്റ്റ് ഒരു ഡിലേയിങ് ടാക്ടിക്സ് ആണ് അവരുടെ. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആക്ച്വലി ഒരു സ്റ്റേബിൾ എനർജിയാണ്. പക്ഷെ അവർ ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ അവർ തിരിച്ചു വന്നാലും മേ ബി അവർ നിങ്ങൾക്ക് ഈ ഒരു ഇമ്മീഡിയറ്റ് കമ്മിറ്റ്മെന്റ് തരില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻസ് ഉണ്ടാവുക? ഫ്യൂച്ചർ ആക്ഷൻസ് ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ്. ഈ കിങ് ഓഫ് കപ്സ് എന്താണ്? സ്കോർപിയോ എനർജിയാണ് കിങ് ഓഫ് കപ്സ്. അപ്പൊ ഇവരുടെ ഫീലിങ്സ് ഒക്കെ അവർ ഹിഡൻ ആയിട്ടാണ് വെക്കണത്. എന്തോ പ്രശ്നമുണ്ട് ഈ പേഴ്സണ്, പക്ഷെ അവരത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യില്ല. അവരുടെ മനസ്സിൽ കുറെ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ മേ ബി അവർ ഓപ്പൺലി അത് ഷെയർ ചെയ്യില്ല. അവർക്ക് കുറെ പേടിയുണ്ട്. ഈ റിലേഷൻഷിപ്പിന്റെ കമ്മിറ്റ്മെന്റ് ചെയ്യാൻ കുറച്ച് പേടി ഉണ്ടാവാം. അപ്പൊ ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം എന്താണ്? ഇവിടെ ഡെത്ത് ആണ്. അപ്പൊ എന്തോ ഒരു എൻഡിങ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഓഫർ തരില്ല വെച്ചാൽ ഇത് മേ ബി വർക്ക്ഔട്ട് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇംബാലൻസ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇംബാലൻസ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടാവില്ല. ആൻഡ് ഇവിടെ ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത് ഈ റിലേഷൻഷിപ്പിൽ. ഇവിടെ സ്ട്രോങ് പൈസീസ് ക്യാൻസർ സ്കോർപിയോ എനർജി ഉണ്ട്. മേ ബി നിങ്ങൾ ഒരു പൈസീസ് ക്യാൻസർ സ്കോർപിയോ ഏരീസ് ഉണ്ട് ഇവിടെ. അപ്പൊ ഇതൊക്കെയാണ് സൈൻസ്. ഏരീസ് ഒരു കാപ്രിക്കോണും ഉണ്ട്. അപ്പൊ ഈ സൈൻസ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സന്റെ സൈൻ. പക്ഷെ അതല്ലാച്ചാലും മെസ്സേജിൽ ഫോക്കസ് ചെയ്താൽ മതി. മെസ്സേജ് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. ക്ലെയിം ചെയ്യുക ഈ റീഡിംഗ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണം ഇല്ല വെച്ചാൽ ഒരു ഡീറ്റെയിൽ റീഡിംഗ് വേണം വെച്ചാൽ ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യുക എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും.
പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ അതിനെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ലാച്ച വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ. ഞാൻ എല്ലാം പേയ്മെന്റ് ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.